മുഖ്യമന്ത്രി പദത്തിനായി കടുത്ത നിലപാടുമായി വി.ഡി. സതീശൻ. മുഖ്യമന്ത്രി പദം ഇല്ലെങ്കിൽ മന്ത്രിസഭയിലേക്ക് ഇല്ലെന്ന തീരുമാനത്തിലാണ് സതീശൻ. ഇപ്പോൾ കെ.സി. വേണുഗോപാലിനായി കെ. സുധാകരനും ഒരു വിഭാഗം എം.പിമാരും നിലപാട് നിരീക്ഷകരെ അറിയിച്ചു. ഹൈക്കമാൻഡ് നിരീക്ഷകർ ഓരോ എം.എൽ.എമാരെയും പ്രത്യേകം കണ്ട് അഭിപ്രായം തേടുകയാണ്. വി.ഡി. സതീശന്റെ ആവശ്യം തള്ളി ദീപാദാസ് മുൻഷി നിരീക്ഷകരുമായുള്ള കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ഒരു സംശയം വേണ്ട. സുഗമമായ തീരുമാനം വരും. ഒരു തർക്കം വേണ്ട. ഒരു പ്രശ്നമില്ല, ഒരു കുഴപ്പമില്ല. സുഗമമായ തീരുമാനം ഉണ്ടാകും. കീഴ്വഴക്കം കോൺഗ്രസ് ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടത്. യുക്തമായ തീരുമാനം നിർബന്ധമായി ഉണ്ടാകും. ഞാൻ പറഞ്ഞില്ലേ, കോൺഗ്രസ് ഹൈക്കമാൻഡാണ് തീരുമാനം എടുക്കേണ്ടത്. യുക്തമായ തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുക്കും. ഞാൻ പറഞ്ഞില്ലേ, കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എല്ലാ എം.എൽ.എമാരും നേരിട്ട് കണ്ട് അവരുടെ അഭിപ്രായങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ആ അഭിപ്രായങ്ങൾ കേട്ടതിന് ശേഷം ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ഒരു തീരുമാനമെടുക്കും. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ആരായിരിക്കും മുഖ്യമന്ത്രി എന്നുള്ളതിനെക്കുറിച്ച് കാര്യങ്ങൾ അവർ പറയുന്നതാണ്. ഇന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഒരു വലിയ ഭൂരിപക്ഷത്തോടുകൂടി കടന്നു വരാനുള്ള ഒരു അവസരം ഉണ്ടാക്കിയത് കേരളത്തിലെ ജനങ്ങളാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഈ മഹത്തായ പ്രസ്ഥാനത്തിന്റെ ചരിത്രവും പാരമ്പര്യവും ഒക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാക്കൾ ഇന്നിവിടെ വന്ന് വിജയിച്ച് വന്നിട്ടുള്ള 63 എം.എൽ.എമാരുമായി കാണുന്നതും യോഗം ചേർന്നിട്ടുള്ളതും. തീർച്ചയായിട്ടും വലിയ ഇവിടുത്തെ പ്രൊസീജിയർ നിങ്ങൾ അറിഞ്ഞു കാണും. AICC ഒബ്സർവേഴ്സ് ഇലക്ടഡ് മെമ്പേഴ്സിനെയും മറ്റ് സീനിയർ മെമ്പേഴ്സിനെയും കണ്ട് അവരുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞു. അതിനുശേഷം അവർ കോൺഗ്രസ് ഹൈക്കമാൻഡുമായി ബന്ധപ്പെട്ട് the final decision will be from the Congress High Command. എല്ലാ വികാരങ്ങളും മാനിച്ചുകൊണ്ട് ഉചിതമായ തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുക്കും. എല്ലാ കാലഘട്ടത്തിലും കോൺഗ്രസ് ഹൈക്കമാൻഡ് ചെയ്തിട്ടുള്ള രീതി അതാണ്. ആ രീതി ഇവിടെയും അവലംബിക്കും. ഏത് തീരുമാനമാണോ കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുക്കുന്നത് ആ തീരുമാനം അന്തിമ തീരുമാനമായിരിക്കും. ആ തീരുമാനത്തോടൊപ്പം നിൽക്കാനുള്ള രാഷ്ട്രീയ ബോധവും സംഘടനാ ഉത്തരവാദിത്വവും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർക്കും കോൺഗ്രസിലെ എല്ലാ സ്നേഹിതന്മാർക്കും ഉണ്ടെന്ന പൂർണ്ണ വിശ്വാസമാണ്. തിരുവനന്തപുരത്ത് AICC നിരീക്ഷകരുണ്ട്. അവിടെ എത്തിയ നേതാക്കൾ, എം.പിമാർ, ഒപ്പം തന്നെ അവിടെ എത്തിയ എം.എൽ.എമാർ, പുതിയ എം.എൽ.എമാർ എല്ലാവരും സംസാരിക്കുകയായിരുന്നു. ആരാകും മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് പോകുന്നതിന് മുൻപുള്ള കോൺഗ്രസിന്റെ സ്വാഭാവിക പ്രൊസീജിയറാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. രജീഷ് നരിക്കുനി ചേരുകയാണ് KPCC ആസ്ഥാനത്ത് നിന്ന്. രജീഷ്, ഇപ്പോൾ എം.എൽ.എമാരുമായുള്ള കൂടിക്കാഴ്ച അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ടോ? എന്താണ് മനസ്സ് തുറക്കുന്നത് എന്ന് സ്വാഭാവികമായും ഈ നിരീക്ഷകരും ഒപ്പം തന്നെ എം.എൽ.എമാരും മാത്രം കൂടിയിരിക്കുന്ന വേദിയിൽ അവർ 1 to 1 കാര്യങ്ങൾ സംസാരിക്കുകയായിരിക്കും. പക്ഷെ എന്നാൽ പോലും നേരിയ സൂചനകൾ അവിടെ നിന്ന് നമുക്ക് ലഭിക്കാൻ സാധിക്കുന്നുണ്ടോ? കാരണം കെ.സി. വേണുഗോപാലിനായി ഇന്നിപ്പോൾ ഇന്ദിരാഭവന് മുന്നിൽ ഒരു പോസ്റ്റർ ഉയർന്നിരിക്കുന്നു. ഒപ്പം തന്നെ വി.ഡി. സതീശനായി ഇരിട്ടിയിൽ ഒരു പ്രകടനം വൈകിട്ട് നടക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ വരുന്നു. രമേശ് ചെന്നിത്തലയുടെ പ്രഷർ ഒരു ഭാഗത്ത് നിന്ന് അദ്ദേഹം ഡൽഹിയിൽ പോയി തിരിച്ച് വന്നതേയുള്ളൂ. അപ്പോൾ ഒരു പേരിലേക്ക് എത്തുക എന്നുള്ളത് കുറച്ച് സങ്കീർണമായ കാര്യമാണോ കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ നിമിഷത്തിൽ? മഹേഷ്, ഒരു ഭാഗത്ത് ഈ ചർച്ചകൾ നടക്കുന്നു, മറുഭാഗത്ത് ഇപ്പോഴും ഫ്ലെക്സുകൾ ഉയർന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ചർച്ചകൾ നടക്കുന്ന ഇടയിലാണ് KPCCയുടെ പുറത്ത് ഇത്തരമൊരു ഫ്ലെക്സ് ഉയർന്നിരിക്കുന്നത്. കേരളം കേസ് നയിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കെ. സുധാകരനെയും ഒപ്പം തന്നെ കെ.സി. വേണുഗോപാലിന്റെയും ചിത്രം വെച്ച പടമാണ് വെച്ചിരിക്കുന്നത്. അല്പസമയം മുമ്പ് ഇവിടെ നിന്നും രമേശ് ചെന്നിത്തല ഈ അഭിപ്രായം രേഖപ്പെടുത്തിയ ശേഷം ഇവിടുന്ന് മടങ്ങി. മുതിർന്ന നേതാക്കളൊക്കെ തന്നെ ഇവിടെ നിന്നും ഇപ്പോൾ മടങ്ങിയിട്ടുണ്ട്. അതായത് അല്പം സമയം മുമ്പ് വി.ഡി. സതീശൻ മടങ്ങി. പിന്നാലെയാണ് രമേശ് ചെന്നിത്തലയും മടങ്ങിയിരിക്കുന്നത്. ബെന്നി ബെഹനാൻ ഉൾപ്പെടെയുള്ള നേതാക്കളും മടങ്ങി. എം.പിമാരൊക്കെ തന്നെ ഇവിടെ എത്തി തങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ കോഴിക്കോട് നിന്നുള്ള MP MK രാഘവൻ അടക്കമുള്ളവർ ഇവിടെ എത്തി അഭിപ്രായം രേഖപ്പെടുത്തിയാണ് മടങ്ങിയിരിക്കുന്നത്. എന്തായാലും നിർണായകമായ കൂടിക്കാഴ്ച അതിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഏകദേശം 70% മുകളിൽ ഇതിനോടകം തന്നെ MLA-മാർ അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒറ്റയ്ക്കാണ് ഓരോ MLA-മാരും കയറി അഭിപ്രായം രേഖപ്പെടുത്തിയിരിക്കുന്നത്. 3 പേരാണ് ഉള്ളത്. 2 AICC-യിൽ നിന്നും വന്ന തെരഞ്ഞെടുപ്പ് നിരീക്ഷകരായ 2 പേരും
പേരും ഒപ്പം തന്നെ കേരളത്തിന്റെ ചുമതലയുള്ള നേതാവും അടക്കം 3 പേരാണ്, ദീപദാസ് മുൻഷി അടക്കമുള്ള 3 പേരാണ് ഇതിൽ പങ്കെടുക്കുന്നത്. ഏറ്റവും പ്രധാനമായും ചോദിക്കുന്ന ചോദ്യം താങ്കൾക്ക് ആരെയാണ് താല്പര്യം, ആരെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന ചോദ്യമാണ് ഉപയോഗിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ മറ്റെന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടോ? ഈ 2 ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കുന്നു. 3 മിനിറ്റാണ് മാത്രമാണ് ഒരാൾക്ക് അവസരമുള്ളത്. അതിനിടയ്ക്ക് ഈ ചോദ്യങ്ങൾ കൃത്യമായി മറുപടി നൽകി അതിനുശേഷം MLA-മാർ ഇറങ്ങും, അടുത്ത ആൾ കയറും. അങ്ങനെയാണ് ഇവിടെ പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നിർണായകമായ കൂടിക്കാഴ്ച ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയെന്ന് കൂടി നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കൂടിക്കാഴ്ചയിൽ ഈ നൽകുന്ന 3 മിനിറ്റിൽ കേൾക്കുന്ന കാര്യങ്ങൾ വെച്ച് കോൺഗ്രസിന്റെ 63 MLA-മാർ ആ MLA-മാരുടെ കണക്കെടുത്ത് ആർക്കാണോ കൂടുതൽ പേർ പിന്തുണ നൽകുന്നത് എന്നുള്ള കാര്യം മാത്രം അടിസ്ഥാനപ്പെടുത്തിയാകില്ലല്ലോ സ്വാഭാവികമായും ഹൈക്കമാൻഡ് ഒരു തീരുമാനത്തിലേക്ക് പോവുക. നമുക്കറിയാം, നാട് നീളെ പട നയിച്ചവൻ നാട് നയിക്കട്ടെ എന്നുള്ള ബാനർ നാട് നീളെ ഉയർന്നിട്ടുണ്ട്. അതിനോടകം തന്നെ VD സതീശന് വേണ്ടിയുള്ള വലിയ തോതിൽ അണികളുടെ വലിയൊരു വിഭാഗം ആളുകളുടെ, കേരളത്തിലെ പൊതുവായിട്ടുള്ള ജനങ്ങളുടെയൊക്കെ ഒരു ആഗ്രഹം എന്നുള്ള രീതിയിൽ നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ ഇത് കാണുന്നുണ്ട്. സ്വാഭാവികമായും ഹൈക്കമാൻഡിന് മുന്നിൽ ആ ജനവികാരം കൂടി ഉണ്ടാകും. അത് ആ ഒരു കാര്യം കൂടി കണക്കിലെടുത്താകും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക എന്ന് നമ്മൾ കണക്കാക്കേണ്ടി വരുമല്ലേ? തീർച്ചയായും ഏറ്റവും പ്രധാനമായും MLA-മാരുടെ അഭിപ്രായം തന്നെയാണ്. അതിനപ്പുറത്തേക്ക് ഇനി ഘടകകക്ഷികളുടെ അഭിപ്രായം കൂടി ഇതുമായി ബന്ധപ്പെട്ട് എടുക്കുമെന്ന് തന്നെയാണ്. അതിന് വൈകിട്ട് 4:30 എല്ലാ ഘടകകക്ഷികളോടും KPCC ആസ്ഥാനത്തേക്ക് എത്താൻ പറഞ്ഞിട്ടുണ്ട്. അവരെത്തിയ ശേഷം അവരിൽ നിന്നും അഭിപ്രായം കൂടി തേടും. നേരത്തെ രാവിലെ മുൻ KPCC പ്രസിഡന്റുമാരും മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായും ഒക്കെ തന്നെ 2 നിരീക്ഷകരും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അവരുടെ അഭിപ്രായം എന്താണെന്ന് അറിഞ്ഞിരുന്നു, അവരുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് അവർ ചോദിച്ചറിഞ്ഞു. ഇന്നലെ AK ആന്റണി അടക്കമുള്ള മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം ഇത് AICC നിരീക്ഷകർ തേടിയിരുന്നു. അതിനൊക്കെ അപ്പുറത്തേക്ക് ഇന്ന് 3ാം ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ ചർച്ച എത്തിയിരിക്കുന്നത് കൂടി പറയേണ്ടിയിരിക്കുന്നു. ഇനി അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഈ ഘടകകക്ഷിയുടെ അഭിപ്രായം തേടലാണ്. അത് ഇന്നും തേടും. അതിനുശേഷമാണ് ഒരു കേരളത്തിലെ ഒരു പൊതു സ്വഭാവം ഇങ്ങനെയാണ്. ഇവരൊക്കെയാണ് ഓരോരുത്തരെയും സപ്പോർട്ട് ചെയ്യുന്നത്. 3 പേരാണ് പ്രധാനമായും ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മുഖ്യമന്ത്രി സ്ഥാനം ആഗ്രഹിക്കുന്നെങ്കിൽ ആ 3 പേർക്കുമുള്ള പിന്തുണ എത്രത്തോളമാണ്, ആരൊക്കെയാണ്, ഏതൊക്കെ ഘടകകക്ഷികളാണ്, ഏതൊക്കെ എത്ര MLA-മാർ ഓരോരുത്തർക്കും പിന്തുണ നൽകുന്നു, മറ്റു നേതാക്കൾ എത്രത്തോളമാണ് ഓരോരുത്തർക്കും നൽകുന്ന പിന്തുണ എന്ന കാര്യമൊക്കെ കൃത്യമായി തന്നെ ഹൈക്കമാൻഡിനെ അറിയിക്കും. അതിനുശേഷം ഹൈക്കമാൻഡാണ് അന്തിമമായ തീരുമാനമെടുക്കുക. നേരത്തെ മുരളീധരനോട് സംസാരിച്ച സമയത്ത് അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഞായറാഴ്ചയോടുകൂടി മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമെന്ന ഒരു കാര്യമാണ് അദ്ദേഹം നൽകുന്ന സൂചന. അതായത് ഇന്ന് ചർച്ച നടത്തി ഇനി ഉള്ള 2 ദിവസങ്ങളിൽ ഒരു അന്തിമമായ തീരുമാനത്തിലേക്ക് എത്തി പിന്നീട് ഞായറാഴ്ചയോടുകൂടി മുഖ്യമന്ത്രിയെ ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുമെന്ന സൂചനയാണ് മുരളീധരൻ നൽകുന്നത്. എന്നാലും അധികം വൈകുന്ന സൂചന സംസ്ഥാന നേതൃത്വവും ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്നുണ്ട്. ആ നിർണായകമായ ചർച്ചകൾ ഇപ്പോഴും